വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ച വഴിമുട്ടിയിരിക്കെ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഖത്തർ ഉൾപ്പെടെ മധ്യസ്ഥ രാജ്യങ്ങൾ. ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തിയില്ലെങ്കിൽ ട്രംപിനെ 20 സമാധാന പദ്ധതി ഒന്നാകെ തകരുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചു. ഗസ യുദ്ധം അവസാനിപ്പിച്ച് 3000 വർഷത്തിനിടെ ഇവിടെ സമാധാനം കൊണ്ടുവരാൻ തനിക്ക് കഴിഞ്ഞതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. അതിശൈത്യം മൂലം ഒരു കുഞ്ഞുകൂടി മരിച്ച ഗസ സിറ്റിയിലേക്ക് സഹായ വിലക്ക് തുടരുകയാണ് ഇസ്രായേൽ. അധിനിവേശ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കാൻ കാനഡ സംഘത്തിന് അനുമതി തടഞ്ഞ ഇസ്രായേൽ. MCA നാസർ ചേരുന്നുണ്ട്. MCA, സഹായ വിലക്ക് ഇപ്പോഴും തുടരുന്നു. അവിടുത്തെ സ്ഥിതി ഗുരുതരമാണ്. കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിരിക്കെയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ രണ്ടാം ഘട്ട ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയിരിക്കുന്നത്. എന്താണ് അവരുടെ മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ? ഈ മാസം 29-ന് വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച നടക്കുമെന്ന് തന്നെയാണ് അമേരിക്കൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതിൽ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. പക്ഷെ അതേസമയം ഈ വെടിനിർത്തലിന്റെ തുടർഘട്ടത്തിലേക്ക് നീങ്ങണമെങ്കിൽ കൃത്യമായിട്ടുള്ള ചില മുന്നുപാധികൾ അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 28 ബന്ദികളുടെ മൃതദേഹങ്ങളിൽ 27 ഹമാസ് കൈമാറിയിരുന്നു. ഒരു മൃതദേഹം ഇനിയും കണ്ടെത്തിയിട്ടില്ല. അതിനുവേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ആ മൃതദേഹം കൂടി കൈമാറിയാൽ മാത്രമേ രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ സാധിക്കൂ എന്നാണ് അമേരിക്ക ഔദ്യോഗികമായി തന്നെ UN മുമ്പാകെ വ്യക്തമാക്കിയത്. ഇസ്രായേലും അതേ നിലപാടിൽ തന്നെ തുടരുകയാണ്. പക്ഷേ അതേസമയം 800-ലധികം തവണയാണ് ഈ പിന്നിട്ട ഒക്ടോബർ 10 മുതൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിക്കുകയും 400ഓളം പലസ്തീനികളെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വെടിനിർത്തൽ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ താല്പര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എങ്കിൽ ട്രംപ് മുന്നോട്ട് വെച്ച 20 പദ്ധതി പൂർണ്ണമായിട്ട് പരാജയപ്പെടുമെന്ന വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഖത്തർ പ്രധാനമന്ത്രി വാഷിംഗ്ടണിലെത്തി ഇന്നലെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഈ സംവിധാനം മുന്നോട്ട് പോകണമെങ്കിൽ വെടിനിർത്തൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇസ്രായേൽ ഈ കരാറിനോടുള്ള നീതി പുലർത്തേണ്ടതുണ്ട്. ഈ വെടിനിർത്തൽ ലംഘനം അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഗസയിലേക്ക് ഏറ്റവും കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിക്കണം. കാരണം 2 കൊല്ലത്തെ നീണ്ട യുദ്ധം, അതോടൊപ്പം തന്നെ ഇപ്പോൾ സമീപകാലത്തുണ്ടായ പ്രകൃതിക്ഷോഭം, ഇതുമൂലം വലയുന്ന മനുഷ്യർക്ക് ഏറ്റവും കുറഞ്ഞത് മിനിമം സാന്ത്വനമെങ്കിലും പകരാൻ അന്തർദേശീയ സംഘങ്ങൾക്ക് അവരുടെ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സഹായങ്ങളും ഗസയിൽ എത്തിക്കാനുള്ള അനുമതി ഇനിയും ഇസ്രായേൽ നൽകുന്നില്ല. ഇത് നിലവിലുള്ള ഒരു സാഹചര്യം ഗുരുതരമായിട്ടുള്ള ഒരു വെല്ലുവിളിയും പ്രതിസന്ധിയുമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളും അമേരിക്കക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കരാറുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന സൂചനയാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് നൽകുന്നത്. പക്ഷേ എത്ര കണ്ട് ഇതിൻ്റെ പ്രയോഗവൽക്കരണം നടക്കും, ഇസ്രായേലിനെ അതിലേക്ക് എത്ര കണ്ട് പ്രേരിപ്പിക്കാൻ സാധിക്കും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ ഈ മാസം 29-ഓടുകൂടി 29-ന് വൈറ്റ് ഹൗസിൽ നടക്കുന്ന ആ ചർച്ചയോടുകൂടി മാത്രമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുക. ഈ ഗസയിൽ വിന്യസിക്കുന്ന സേനയുമായി ബന്ധപ്പെട്ടും മധ്യസ്ഥ രാജ്യങ്ങൾ അഭിപ്രായം വ്യക്തമാക്കിയെന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഖത്തർ ആ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരണം വരുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖയിലേക്ക് കടന്നിട്ടില്ല. ഏതൊക്കെ രാജ്യങ്ങൾ എത്ര സൈന്യത്തെ അയക്കണം എന്നത് സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകണമെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇതിലൊരു ധാരണ വേണം. നേരത്തെ ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് തങ്ങൾ ഉദ്ദേശിക്കുന്ന തങ്ങൾക്ക് താല്പര്യമുള്ള രാജ്യങ്ങളെ മാത്രമേ സേനയെ അയക്കാൻ അനുവദിക്കുകയുള്ളൂ. ഖത്തർ അതോടൊപ്പം തന്നെ തുർക്കി, ഈ 2 രാജ്യങ്ങളുടെ സേന നിലവിലുള്ള സാഹചര്യത്തിൽ ഗസയിലേക്ക് വരുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക്, അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്ന ഒരു നിലപാടാണ് ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അമേരിക്ക അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. അമേരിക്ക അത്തരം തുർക്കിയെയും ഖത്തറിൻ്റെയും സേന ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ കൂടുതൽ സൈന്യം ഗസയിലേക്ക് വരേണ്ടതുണ്ട് എന്ന നിലപാടിലാണ്. പക്ഷേ ഈ ഗസയിലേക്ക് കൊണ്ടുവരുന്ന സൈന്യത്തിൻ്റെ ചുമതല എന്തായിരിക്കും, അത് അവർക്ക് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും, ദൈനംദിന കാര്യങ്ങളിൽ അവർക്ക് ഇടപെടാൻ സാധിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതിർത്തിക്ക് അപ്പുറത്തേക്ക് ഈ സേന ഒരു നിലക്കും ഗസയിലെ ഫലസ്തീൻ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ദൈനംദിന കാര്യങ്ങളിലും ഇടപെടാൻ പാടില്ല എന്ന വളരെ കർശനമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഹമാസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചിത്രം അവ്യക്തമായി തന്നെ തുടരുകയാണ്. എന്തായാലും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ളൊരു ചർച്ചയിലൂടെ മാത്രമായിരിക്കും ഇക്കാര്യത്തിലും വ്യക്തത വരാൻ പോകുന്നത്.